ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LP UP എക്സാം കാത്തിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കുമായിട്ട് മലയാളം സിലബസ് ബേസ്ഡ് പാർട്ട് 3 ബോധനശാസ്ത്രപരം എന്ന ഭാഗത്തു നിന്ന് ആസൂത്രണം എന്ന ടോപ്പിക്കാണ്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആസൂത്രണം ഏതൊരു പ്രവർത്തന പദ്ധതിയുടെയും ലക്ഷ്യപ്രാപ്തി ശാസ്ത്രീയമായ ആസൂത്രണത്തെ ആശ്രയിച്ചിരിക്കുന്നു. കുട്ടികളുടെ പഠന നിലവാരം, പഠന പ്രക്രിയ, പഠന അന്തരീക്ഷം, പഠന നേട്ടങ്ങൾ, ലഭ്യമായ ബോധന സാമഗ്രികൾ തുടങ്ങിയവയെല്ലാം പരിഗണിച്ചുകൊണ്ട് മനഃശാസ്ത്ര സിദ്ധാന്തങ്ങളുടെയും ബോധനശാസ്ത്ര കാഴ്ചപ്പാടുകളുടെയും വെളിച്ചത്തിൽ അധ്യാപിക മുൻകൂട്ടി തയ്യാറാക്കുന്ന പ്രവർത്തന പരിപാടിയാണ് ആസൂത്രണം. എന്താണ് ആസൂത്രണം? കുട്ടികളുടെ പഠന നിലവാരം, പഠന പ്രക്രിയ, പഠന അന്തരീക്ഷം, പഠന നേട്ടങ്ങൾ, ലഭ്യമായ ബോധന സാമഗ്രികൾ തുടങ്ങിയവയെല്ലാം പരിഗണിച്ചുകൊണ്ട് മനഃശാസ്ത്ര സിദ്ധാന്തങ്ങളുടെയും ബോധനശാസ്ത്ര കാഴ്ചപ്പാടുകളുടെയും വെളിച്ചത്തിൽ അധ്യാപിക മുൻകൂട്ടി തയ്യാറാക്കുന്ന പ്രവർത്തന പരിപാടിയാണ് ആസൂത്രണം. ഇനി നമുക്ക് എന്താണ് ആസൂത്രണം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അധ്യാപകൻ്റെ ആസൂത്രണം. അധ്യാപകൻ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നടത്തുന്ന തയ്യാറെടുപ്പാണ് ആസൂത്രണം. എന്താണ് ആസൂത്രണം? അധ്യാപകൻ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നടത്തുന്ന തയ്യാറെടുപ്പാണ് ആസൂത്രണം. ആസൂത്രണം 3 വിധമാണുള്ളത്. 1. വാർഷിക ആസൂത്രണം. 2. യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള സമഗ്ര ആസൂത്രണം. ദൈനംദിന ആസൂത്രണം. 3 തരത്തിലുള്ള ആസൂത്രണം ഏതൊക്കെയാണ്? 1. വാർഷിക ആസൂത്രണം. 2. യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള സമഗ്രാസൂത്രണം. 3. ദൈനംദിനാസൂത്രണം. ആ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്കതിൻ്റെ ഹിൻഡ് കിട്ടും. ആദ്യം നമുക്ക് വാർഷിക ആസൂത്രണം എന്താണെന്ന് നോക്കാം. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു അധ്യയന വർഷത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലായി നടപ്പിലാക്കേണ്ട പഠന പ്രവർത്തനങ്ങളുടെ ആസൂത്രണമാണ് വാർഷിക ആസൂത്രണം. ഒരു അധ്യയന വർഷത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലായി നടപ്പിലാക്കേണ്ട പഠന പ്രവർത്തനങ്ങളുടെ ആസൂത്രണത്തെയാണ് വാർഷികാസൂത്രണം എന്ന് പറയുന്നത്. എളുപ്പമല്ലേ? ഓരോ ക്ലാസ്സിനും വേണ്ടി അധ്യാപകൻ നടത്തുന്ന സൂക്ഷ്മ ആസൂത്രണത്തെയാണ് ദൈനംദിന ആസൂത്രണം എന്ന് പറയുന്നത്. അപ്പം ദൈനംദിന ആസൂത്രണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ക്ലാസ്സിനും വേണ്ടി അധ്യാപകൻ നടത്തുന്ന സൂക്ഷ്മ ആസൂത്രണത്തെയാണ് ദൈനംദിന ആസൂത്രണം എന്ന് പറയുന്നത്. ഇനി സമഗ്ര ആസൂത്രണം എന്താണെന്ന് നോക്കാം. ഓരോ യൂണിറ്റിലെയും പാഠങ്ങൾ, അവയുടെ വ്യവഹാര രൂപം, സാഹിത്യകാരന്മാർ കുട്ടിയിൽ ഉറപ്പിക്കേണ്ട ധാരണകൾ, ശേഷികൾ, മനോഭാവങ്ങൾ, അതിനുവേണ്ടി ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങൾ, ശ്രവണം, ഭാഷണം, വായന, ലേഖനം, സർഗാത്മക രചന, ഇവയ്ക്കുള്ള അവസരങ്ങൾ, പരിഗണിക്കേണ്ട ഭാഷാ വ്യവഹാര രൂപങ്ങൾ, ഇവ തിരിച്ചറിഞ്ഞ് പഠനത്തിനു സഹായകമാകുന്ന സാമഗ്രികൾ ഏതൊക്കെയെന്ന് സമഗ്രമായി കണ്ടെത്തുന്നതാണ് സമഗ്രാസൂത്രണം. സമഗ്രാസൂത്രണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ യൂണിറ്റിലെയും പാഠങ്ങൾ, അവയുടെ വ്യവഹാര രൂപം, സാഹിത്യകാരന്മാർ കുട്ടിയിൽ ഉറപ്പിക്കേണ്ട ധാരണകൾ, ശേഷികൾ, മനോഭാവങ്ങൾ, അതിനുവേണ്ടി ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങൾ, ശ്രവണം, ഭാഷണം, വായന, ലേഖനം, സർഗാത്മക രചന, ഇവയ്ക്കുള്ള അവസരങ്ങൾ, പരിഗണിക്കേണ്ട ഭാഷാ വ്യവഹാര രൂപങ്ങൾ, ഇവ തിരിച്ചറിഞ്ഞ് പഠനത്തിന് സഹായകമായ സാമഗ്രികൾ ഏതൊക്കെയെന്ന് സമഗ്രമായി കണ്ടെത്തുന്നതാണ് സമഗ്രാസൂത്രണം. ഈ സമഗ്രാസൂത്രണത്തെ അടിസ്ഥാനമാക്കി അതിനെ ക്രമാനുഗതമായി ഓരോ ദിവസവും ക്ലാസ്സിൽ ചെയ്യേണ്ടുന്ന പ്രവർത്തനമാക്കി എഴുതുന്നതാണ് ദൈനംദിനാസൂത്രണം. ദൈനംദിനാസൂത്രണത്തിന് നമ്മൾ ഒരു ഡെഫിനിഷനും കൂടെ പറഞ്ഞായിരുന്നു. ഓരോ ക്ലാസ്സിനും വേണ്ടി അധ്യാപകൻ നടത്തുന്ന സൂക്ഷ്മ ആസൂത്രണമാണ് ദൈനംദിനാസൂത്രണമെന്ന്. ഇതാ ഒരു അടുത്ത ഡെഫിനിഷനും കൂടെ വന്നിരിക്കുന്നു. സമഗ്ര ആസൂത്രണത്തെ അടിസ്ഥാനമാക്കി അതിനെ ക്രമാനുഗതമായി ഓരോ ദിവസവും ക്ലാസ്സിൽ ചെയ്യേണ്ടുന്ന പ്രവർത്തനമാക്കി എഴുതുന്നതാണ് ദൈനംദിനാസൂത്രണം. ദൈനംദിനാസൂത്രണം രേഖപ്പെടുത്തി വയ്ക്കുന്നത് ടീച്ചിങ് മാനുവലിലാണ്. ടീച്ചിങ് മാനുവലിൻ്റെ ഇടതുവശത്ത് പ്രവർത്തനത്തിൻ്റെ ഘട്ടങ്ങൾ വിശദമാക്കി എഴുതുന്നതാണ് പ്രക്രിയാ പേജ്. എന്താണ് പ്രക്രിയാ പേജ്?
ടീച്ചിങ് മാനുവലിൻ്റെ ഇടതുവശത്ത് പ്രവർത്തനത്തിൻ്റെ ഘട്ടങ്ങൾ വിശദമാക്കി എഴുതുന്നത് ആണ് പ്രക്രിയ പേജ്. അടുത്തത് വിലയിരുത്തൽ പേജ്. എന്താണ് വിലയിരുത്തൽ പേജ്? പഠന പ്രവർത്തനം ക്ലാസ് മുറിയിൽ നടപ്പിലാക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും നേരിടുന്ന പ്രശ്നങ്ങൾ, കുട്ടികളെ സംബന്ധിച്ചുള്ള വിലയിരുത്തൽ, സ്വയം വിലയിരുത്തൽ, അധ്യാപികയുടെ കണ്ടെത്തലുകൾ, തിരിച്ചറിവുകൾ, തുടർ പ്രവർത്തന സാധ്യത തുടങ്ങിയവ വലത് ഭാഗത്ത് എഴുതി വയ്ക്കുന്നതാണ് വിലയിരുത്തൽ പേജ്. എന്താണ് വിലയിരുത്തൽ പേജ്? പഠന പ്രവർത്തനം ക്ലാസ് മുറിയിൽ നടപ്പിലാക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും നേരിടുന്ന പ്രശ്നങ്ങൾ, കുട്ടികളെ സംബന്ധിച്ച വിലയിരുത്തൽ, സ്വയം വിലയിരുത്തൽ, അധ്യാപികയുടെ കണ്ടെത്തലുകൾ, തിരിച്ചറിവുകൾ, തുടർ പ്രവർത്തന സാധ്യത തുടങ്ങിയവ വലത് ഭാഗത്ത് എഴുതി വയ്ക്കുന്നതാണ് വിലയിരുത്തൽ. ഇതൊക്കെ നമ്മളെ തന്നെ നമ്മളൊന്ന് അസസ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കിതൊക്കെ പഠിച്ചെടുക്കാൻ സാധിക്കും. അടുത്തത് പ്രതിഫലനാത്മക കുറിപ്പാണ്. അപ്പം നമ്മൾ പ്രക്രിയ പേജ് കംപ്ലീറ്റ് ചെയ്തു, വിലയിരുത്തൽ പേജ് കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് എന്താണ് വരാൻ പോകുന്നത് നോക്കാം. വിലയിരുത്തലുകൾ ക്രോഡീകരിച്ച് തയ്യാറാക്കുന്നതാണ് എന്ത്? പ്രതിഫലനാത്മക കുറിപ്പ് അല്ലെങ്കിൽ റിഫ്ലക്ഷൻ നോട്ട്സ് എന്ന് പറയും. പ്രതിഫലനാത്മക കുറിപ്പ് എന്താണ്? വിലയിരുത്തലുകൾ ക്രോഡീകരിച്ച് തയ്യാറാക്കുന്നതാണ് പ്രതിഫലനാത്മക കുറിപ്പ് അല്ലെങ്കിൽ റിഫ്ലക്ഷൻ നോട്ട്സ് എന്ന് പറയുന്നത്. ഒരു ടേം കൂടെ നമുക്ക് ഇതിനകത്തുനിന്ന് പരിചയപ്പെടാം. ക്ലസ്റ്റർ യോഗങ്ങൾ. എന്താണ് ക്ലസ്റ്റർ യോഗങ്ങൾ? അനുഭവങ്ങളുടെ പങ്കുവയ്ക്കലിനും ഫലപ്രദമായ ആസൂത്രണത്തിനുമായി അധ്യാപകർക്ക് നിരന്തരമായി ലഭിക്കുന്ന വേദികളാണ് ക്ലസ്റ്റർ യോഗങ്ങൾ. അനുഭവങ്ങളുടെ പങ്കുവയ്ക്കലിനും ഫലപ്രദമായ ആസൂത്രണത്തിനുമായി അധ്യാപകർക്ക് നിരന്തരമായി ലഭിക്കുന്ന വേദികളാണ് ക്ലസ്റ്റർ യോഗങ്ങൾ. ഇനി നമുക്ക് 3 തരത്തിലുള്ള ആസൂത്രണങ്ങളെ സ്പെസിഫിക് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, വാർഷിക ആസൂത്രണം. എന്താണ് വാർഷിക ആസൂത്രണം? ഒരു വർഷം കൊണ്ട് പഠിപ്പിക്കേണ്ട പാഠങ്ങൾ ഏതെല്ലാം എന്ന നിർദ്ദേശം അധ്യാപകന് ലഭിക്കുന്നു. ഈ പാഠങ്ങൾ നിശ്ചിത കാലപരിധിക്കുള്ളിൽ എപ്പോഴെല്ലാം ഏതെല്ലാം ബോധന ഉദ്ദേശങ്ങളെ മുൻനിർത്തി ഏതെല്ലാം പഠന അനുഭവങ്ങൾ സംയോജിപ്പിച്ച് ഏതെല്ലാം പഠന ഉപകരണങ്ങളുടെ സഹായത്തോടെ പഠിപ്പിക്കാമെന്ന് സാമാന്യമായി പരിശോധിച്ച് തയ്യാറാക്കുന്ന പദ്ധതിയാണ് വാർഷികാസൂത്രണം. ഇപ്പം എന്താണ്? ഓരോ പാഠങ്ങളും ഒരു വർഷത്തേക്ക് പഠിപ്പിക്കേണ്ട പാഠങ്ങളെ നിശ്ചിത കാലപരിധിക്കുള്ളിൽ എപ്പോഴെല്ലാം ഏതെല്ലാം ബോധന ഉദ്ദേശങ്ങളെ മുൻനിർത്തി ഏതെല്ലാം പഠനാനുഭവങ്ങൾ സംയോജിപ്പിച്ച് ഏതെല്ലാം പഠന ഉപകരണങ്ങളുടെ സഹായത്തോടെ പഠിപ്പിക്കാമെന്ന് സാമാന്യമായി പരിശോധിച്ച് തയ്യാറാക്കുന്ന പദ്ധതിയാണ് വാർഷികാസൂത്രണം. ഓരോ യൂണിറ്റും എത്ര പീരീഡുകൾ കൊണ്ട് പഠിപ്പിച്ച് തീർക്കാമെന്ന് അധ്യാപകൻ മുൻകൂട്ടി തീരുമാനിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഓരോ യൂണിറ്റിനും അവലംബിക്കേണ്ട വസ്തുതകളും ഇതിൽ ഉൾപ്പെടുന്നു. ഇതെല്ലാം ചേർന്നതാണ് എന്ത്? വാർഷിക ആസൂത്രണം. അടുത്തത് യൂണിറ്റ് ആസൂത്രണം. യൂണിറ്റ് ആസൂത്രണം എന്താണ്? യൂണിറ്റ് ആസൂത്രണം ഓരോ വിഷയത്തിൽ നിന്നും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളെ ഏകകങ്ങളായി തിരിക്കുക. ഇന്നത്തെ ഭാഷാബോധനത്തിൽ 2 or 3 പരസ്പരം ബന്ധിതങ്ങളായ പാഠങ്ങൾ അടങ്ങുന്നതാണ് ഒരു ഏകകം. 2 or 3 പരസ്പരം ബന്ധിതങ്ങളായ പാഠങ്ങൾ അടങ്ങുന്നതാണ് ഒരു ഏകകം. അത് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. സെൻറ്റൻസ് പരസ്പര ബന്ധിതങ്ങളായ ആശയങ്ങൾ ചേരുന്ന സ്വയം നിലനിൽപ്പുള്ള ഒരു ഭാഗത്തെയാണ് ഏകകം എന്ന് പറയുന്നത്. പരസ്പരം ബന്ധിതങ്ങളായ ആശയങ്ങൾ ചേരുന്ന സ്വയം നിലനിൽപ്പുള്ള ഒരു ഭാഗത്തെയാണ് ഏകകം എന്ന് പറയുന്നത്. ഏകകാസൂത്രണം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യേക യൂണിറ്റുകൾക്ക് വേണ്ടി മാത്രം തയ്യാറാക്കപ്പെടുന്ന ബോധനാസൂത്രണ രീതിയാണ് ഏകകാസൂത്രണം. എന്താണ് ഏകകാസൂത്രണം? പ്രത്യേകം യൂണിറ്റുകൾക്ക് വേണ്ടി മാത്രം തയ്യാറാക്കപ്പെടുന്ന ബോധനാസൂത്രണ രീതിയാണ് ഏകകാസൂത്രണം. യൂണിറ്റ് പ്ലാൻ തയ്യാറാക്കുമ്പോൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? യൂണിറ്റ് പ്ലാൻ തയ്യാറാക്കുമ്പോൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഏതെല്ലാമാണ്? ഉദ്ദേശ്യങ്ങളും സ്പഷ്ടീകരണങ്ങളും പഠന അപഗ്രഥനം, പഠനാനുഭവങ്ങൾ, മൂല്യനിർണ്ണയം. വൺസ് അഗെയിൻ, ഉദ്ദേശ്യങ്ങളും സ്പഷ്ടീകരണങ്ങളും പഠന അപഗ്രഥനം, പഠനാനുഭവങ്ങൾ, മൂല്യനിർണ്ണയം. ഒരു യൂണിറ്റിൽ വിവിധ പഠന നേട്ടങ്ങൾക്കുള്ള പ്രവർത്തനങ്ങൾ പരസ്പര ബന്ധത്തോടെ വിന്യസിച്ചിരിക്കുന്നതാണ് യൂണിറ്റ് തല ആസൂത്രണം.
അപ്പം ഏകക ആസൂത്രണം പറഞ്ഞു. ഇനി യൂണിറ്റ് തല ആസൂത്രണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യൂണിറ്റിൽ വിവിധ പഠന നേട്ടങ്ങൾക്കുള്ള പ്രവർത്തനങ്ങൾ പരസ്പര ബന്ധത്തോടെ വിന്യസിച്ചിരിക്കുന്നതാണ് യൂണിറ്റ് തല ആസൂത്രണം. അടുത്തത് ദൈനംദിനാസൂത്രണം, ലെസൺ പ്ലാൻ. പഠനാസൂത്രണം എന്നാൽ അധ്യാപിക ക്ലാസ്സിൽ പ്രാവർത്തികമാക്കുന്ന ഒരു ക്രിയാത്മക പദ്ധതിയാണ്. പഠന ആസൂത്രണം എന്നാൽ അധ്യാപിക ക്ലാസ്സിൽ പ്രാവർത്തികമാക്കുന്ന ഒരു ക്രിയാത്മക പദ്ധതിയാണ്. ക്ലാസ്സിലെ പഠന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അധ്യാപികയുടെ മാനസികവും വൈകാരികവുമായ കാഴ്ചപ്പാടുകളാണ് പഠനാസൂത്രണം. എന്താണ് പഠനാസൂത്രണം? ക്ലാസ്സിലെ പഠന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അധ്യാപികയുടെ മാനസികവും വൈകാരികവുമായ കാഴ്ചപ്പാടുകളാണ് പഠനാസൂത്രണം. ഇതുകൂടാതെ നമ്മൾ ദൈനംദിന ആസൂത്രണത്തിൻ്റെ ഡെഫിനിഷൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഓരോ ക്ലാസ്സിനും വേണ്ടി അധ്യാപകൻ നടത്തുന്ന സൂക്ഷ്മ ആസൂത്രണത്തിന് പറയുന്ന പേരാണ് ദൈനംദിന ആസൂത്രണം. നമ്മൾ മറ്റൊരു ഡെഫിനിഷൻ കൂടി പറഞ്ഞിരുന്നു. സമഗ്രാസൂത്രണത്തെ അടിസ്ഥാനമാക്കി അതിനെ ക്രമാനുഗതമായി ഓരോ ദിവസവും ക്ലാസ്സിൽ ചെയ്യേണ്ടുന്ന പ്രവർത്തനമാക്കി എഴുതുന്നതാണ് ദൈനംദിനാസൂത്രണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. വാർഷികാസൂത്രണമാണെങ്കിൽ ഒരു വർഷം നടക്കേണ്ട പഠന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അവയുടെ വിവിധ ഘട്ടങ്ങളിൽ നടപ്പിലാക്കേണ്ട പഠന പ്രവർത്തനങ്ങളുടെ ആസൂത്രണത്തെയാണ് വാർഷികാസൂത്രണം എന്ന് പറയുന്നത്. ഓരോ ക്ലാസ്സിനു വേണ്ടി അധ്യാപകൻ നടത്തുന്ന സൂക്ഷ്മമായ ആസൂത്രണത്തെ ദൈനംദിന ആസൂത്രണമെന്നും, അല്ലെങ്കിൽ സമഗ്ര ആസൂത്രണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ക്രമാനുഗതമായി ഓരോ ദിവസവും ക്ലാസ്സിൽ ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങളാക്കി എഴുതുന്നതാണ് ദൈനംദിന ആസൂത്രണമെന്നും, യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള സമഗ്രമായ ആസൂത്രണമാണ് യൂണിറ്റ് ആസൂത്രണമെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിനെ തുടർന്നുള്ള വിലയിരുത്തൽ വീഡിയോ അടുത്ത ക്ലാസ്സിൽ ഉണ്ടായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക്